നേരിട്ട് കണ്ടിരുന്നോ കണ്ടിരുന്നു. കാരണം ഇന്നലെ എന്റെ അമ്മയുടെ നീസ് പേരുണ്ടായിരുന്നു, അമ്മയുടെ ചേട്ടന്റെ മക്കൾ. അപ്പൊ അവര് കൃത്യമായിട്ട് പറഞ്ഞു, അമ്മ മറന്നുപോയി ചേച്ചിക്ക് ക്രിട്ടിക്സ് അവാർഡ്, കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ഫോർ ന്യൂഡൽഹി തുമ്പികൾ ജോയിന്റ് ആയിട്ട് കിട്ടിയിരുന്നു. അന്ന് അമ്മ തന്നെയാണ് സുമല ചേച്ചിക്ക് ഒരു ബാലരാമപുരം മുണ്ട് വാങ്ങി. അന്ന് ഷീ ചേഞ്ച് ദ ഡ്രസ് ഇൻ അവർ ഹൗസ്. അത് നീസസ് ടോൾഡ് ഇന്നലെ റിമൈൻഡ്. അപ്പോഴും അമ്മയ്ക്ക് ഓർമ്മയില്ല, എനിക്കപ്പോ ഓർമ്മ. And she was George's. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, വലിയ പട്ട് കസവ്. Do you remember that? അന്നത്തെ No, I didn't meet her. I was in Trivandrum for the award function, and then I wanted to wear that proper Kerala kasav sari, so I didn't know where to go. So I called Puppet, as we used to call him, and I said I need this sari. So he said I'll send my wife and get that sari for you. And I kept that sari for a very, very long time because it was a beautiful sari. സ്വഭാവത്തിൽ ഒന്നും ഒരു വ്യത്യാസമൊന്നുമില്ലേ? വല്ലതൊക്കെ പറയുമ്പോഴേക്കേ വിഷമമൊക്കെ തോന്നും. പക്ഷെ അതൊന്നും സത്യമല്ല എന്നറിയുന്നതുകൊണ്ട് വലിയ വിഷമമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഞാൻ പലപ്പോഴും പറയും ദിവ്യമന്റെ വാശി, ഡിവൈൻ ഒബ്സനസി. Only because of that they got married. കാരണം 4 വർഷം വീട്ടിൽ നടന്നില്ല. She was in house arrest, 2 suicide attempts. അതായത് ആ വാശി രാധയുടെ അതാണ് വേറെ ഒരു കഥാപാത്രത്തിന്റെ രാധാന്ന് പേരിടാതെ ഇതിന് മാത്രം ഇട്ടത് അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലേ അവിടെ. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇറ്റ് വാസ് ഡിസൈൻഡ് ഓൺ someone real. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഒരുപാട് ട്രിക്സ് ഉണ്ട്. ഈ പറയുന്ന കേരള വർമ്മ കോളേജിൽ വെച്ചിട്ട് രാധയെ പ്രപ്പോസ് ചെയ്യുന്ന സീനും മൂലഗുരുവിന്റെ അസ്ഥിതയൊക്കെ നടന്നതാണ്. അതേ പടി നടന്നതാണ്, ഇത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ there was one prototype ആണ്, അതിന്ന് തന്നെ എടുത്താണ് വന്നിട്ടുള്ളത്. എന്നുവെച്ചാല് കല്യാണത്തിന് മുമ്പ് പറഞ്ഞ കഥകൾ വെച്ചിട്ട് അത് ഞങ്ങൾ രണ്ടുപേരും ആകാശവാണിയിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. ഞാനാണ് ആദ്യം ജോയിൻ ചെയ്തത്. അദ്ദേഹത്തിന് ഈ ആകാശവാണിയിലെ ടേപ്പ് ഡെക്കും ട്രെയിൻ ടേബിളും ഒക്കെ എങ്ങനെ പ്ലേ ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുത്തത് ഞാനാണ്. രണ്ടാമതാണ് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത്. പക്ഷെ എന്താ അറിയോ, ഞങ്ങൾ രണ്ടുപേരും കോളേജിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. കോളേജ് പാസ്സായ ഉടനെ ജോലി കിട്ടി. ഞാൻ മ്യൂസിക് ആയിരുന്നു സബ്ജക്റ്റ്. അത് കാരണം തന്നെ ആകാശവാണിയിൽ ജോലി കിട്ടാൻ എളുപ്പമായിരുന്നു. പിന്നെ തൃശ്ശൂർ ആകാശവാണിയിലെ ആകാശവാണി തൃശ്ശൂർ എന്നുള്ള ആദ്യത്തെ വോയിസ്, ലൈവ് വോയിസ് എൻ്റെ ആയിരുന്നു. ആ വോയിസ് പറഞ്ഞ രാധാലക്ഷ്മിയാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് പത്മരാജനും വെൺമനോഷണവും വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂട്ടത്തിൽ കുട്ടികളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ ബാക്കിയുള്ളവരൊക്കെ ഞങ്ങളെയൊക്കെ ഒരുപാട് മുതിർന്നവരാ. 5-8 വയസ്സ്. ഞങ്ങൾ രണ്ടുപേരും കോളേജിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. അത് പ്രായം കുറഞ്ഞ രണ്ടുപേരും തമ്മിലുള്ളൊരു അടുപ്പം, ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി. അത് പ്രേമത്തിലേക്ക് മാറി. അത് വീട്ടുകാരറിഞ്ഞു. ഇനി ജോലി ചെയ്യണ്ട, വീട്ടിലിരുന്നാൽ മതി എന്ന് പറഞ്ഞ് ജോലി റിസൈൻ ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകായിരുന്നു. അമ്മ എപ്പോഴും പറയും ASD ആവുമായിരുന്നു ഇപ്പോഴും. പിന്നെ എന്താന്ന് വെച്ചാല് അന്ന് പറഞ്ഞു കൊടുത്ത വീട്ടിലെ ആൾക്കാരെ വെച്ചിട്ട് സിനിമ ഉണ്ടാക്കി എന്ന് പറയുന്നത്, അയ്യോ അതൊരു വല്ലാത്ത ചതിയായിരുന്നു അദ്ദേഹം ചെയ്തത്. ഞാനെപ്പോഴും ഒരുപാട് സംസാരിക്കും. അദ്ദേഹം ഒരിക്കലും ഒന്നും എന്തെങ്കിലുമൊക്കെ ഓരോ ചെറിയൊരു കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും. എന്നെ കൊണ്ട് ഒരുപാട് നേരം സംസാരിപ്പിക്കും. ഞാൻ പറഞ്ഞ് എന്റെ നാട്ടിലുള്ള ബന്ധുക്കളെയും സ്വന്തക്കാരെയും എല്ലാവരെയും കുറിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 9 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞാല് ഉച്ചയ്ക്ക് 12 മണി വരെ വെറുതെ ഇരിക്കുക. പക്ഷെ ഇതൊക്കെ പത്രത്തിൽ വരും എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തോന്നിയത് മുഴുവൻ എനിക്ക് ഉള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കഥകളായി പുറത്തു വന്നതോടെ നാട്ടുകാർ മുഴുവൻ എന്റെ ശത്രുക്കളായിട്ട് മാറിയിരുന്നു. ഓരോരുത്തരാളും അവരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. എന്തിന്റെ സ്വന്തം അമ്മാവനെയും ചെറിയമ്മയും വരെ പറ്റിയ വരെ കഥ വന്നു. അത് അമ്മാവന് ഭയങ്കര ദേഷ്യമായി. അമ്മാവൻ പറഞ്ഞു, എന്റെ മോളോ മറ്റേ ആയിരുന്നെങ്കിൽ ഞാൻ 2 കയറി കുളത്തിൽ ഇറങ്ങിയേ.
എന്ന് പറഞ്ഞു ഒരുപാട് കാലം അദ്ദേഹം അമ്മാവൻ എന്നോട് സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ കല്യാണത്തിന് പോയില്ല, ശബരിമലയ്ക്ക് പോയി. എന്റെ കല്യാണ ദിവസം അദ്ദേഹം ശബരിമലയ്ക്ക് പോയി. പക്ഷേ അത് കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എന്നെ പത്മരാജൻ പണിയിച്ച വീട്ടിൽ അദ്ദേഹം വന്ന് താമസിച്ചു. അദ്ദേഹവും അമ്മായിയും കൂടി വന്ന് താമസിച്ചു. അത് പറഞ്ഞു, ഇല്ല അവൾ പുളിങ്കൊമ്പി തന്നെയാണല്ലേ പിടിച്ചത്. പത്മനാഭൻ സാർ എഴുതിയ കഥാപാത്രങ്ങൾ ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രം സിനിമയിലെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നവംബറിന്റെ നഷ്ടത്തിലും മീര എന്നുള്ള കഥാപാത്രം. ഒരുപാട് വിഷമങ്ങളുള്ള ഒരു കഥാപാത്രത്തിലോട്ട് അത് പോയി. മാധവി ഡെഫിനറ്റ്ലി സാഗര ആഴമുള്ള. അതെ, അത് പറയുമ്പോ ആ പ്രണയമെല്ലാം മനസ്സിൽ വരുന്നുണ്ട്. അത് ചോദിക്കുന്നത് അപ്പൊ പപ്പേട്ടാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ ഏതായിരിക്കും? കാരണം ഇത് അതെ ആണ്, അതെ. ക്ലാരയും മീരയും ഒരേപോലെ തന്നെ കാണുന്ന ആളാണ്. മാഡം അല്ലേ? തീർച്ചയായും. പക്ഷെ എല്ലാത്തിലും ഒരുപാട് ലേയർഡാണ്, ഒരുപാട് അടരുകളുള്ള കഥാപാത്രം. ഒരു സിംഗിൾ ഒരു ഡയമെൻഷനിൽ നിൽക്കുന്നതല്ല. ഇഫ് യു ഗോ ഡീപ് ട്രൂ അല്ലേ? പിന്നെ ഡെഫിനറ്റ്ലി അത് ക്ലാര എടുത്തു പറയണല്ലോ. ലേയേഴ്സ് ഓഫ് ദാറ്റ് ക്യാരക്ടർ, അതിനകത്ത് ചില മിസ്റ്ററി ഉണ്ട്. മോസ്റ്റ് ഓഫ് ദ ക്യാരക്ടേഴ്സ് പറഞ്ഞ ഒരുപാട് മുഖങ്ങൾ കണ്ടു കഴിയുമ്പോൾ മറക്കുമായിരിക്കും എന്നല്ലേ അതിനകത്ത് പറയുന്നത്. അത് മറക്കണം, മറന്നല്ലേ പറ്റൂ എന്നല്ലേ പറയുന്നത്. ആ ഇതിനകത്ത് ചെറിയ ലൈൻസ് പോലും, അതായത് ആ ഭ്രാന്തന്റെ കാലിൽ കിടക്കുന്ന ചങ്ങലയാവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നത് എന്തുമാത്രം poetic ആണ്. നേരത്തെ what you said rightly, it was a poetry written by Padmarajan, no doubt about it. So for you, other than Clara, which would be your favorite Padmarajan character? Which would be your other favorite Padmarajan character other than Clara? I think I like the movie Nombarathipu. That was a beautiful movie, very very heart touching, and you get very scared also in the movie even the scenes between Mamoka and Madhavi, they were like really I think that was one of my favorite movies. Definitely. അതിങ്ങനെ മിസ് ചെയ്ത് പോകാനാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പറയാനായിട്ട് ഓരോ കഥാപാത്രങ്ങളും ഓരോ കഥാമുഹൂർത്തങ്ങളും ഒക്കെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ പ്രിയ സുഹൃത്തായ സുഭാഷ് ചന്ദ്രന്റെ രണ്ടാമത്തെ നോവൽ സമുദ്രശില മലയാളത്തിലെ ഏറ്റവും എണ്ണപ്പെട്ട നോവലുകളിൽ ഒന്നാണ്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം എനിക്ക് എഴുതുന്നു, എന്റെ പുതിയ നോവലിൽ ഇതിലെ നായിക ഒരു പത്മരാജൻ ഫാനാണ്. അപ്പോ അവരുടെ ഹസ്ബൻഡ് സംശയാലുമാണ്. അതുകൊണ്ട് അവരുടെ ആഗ്രഹം പത്മരാജൻ എന്ന പേരിടാനാണ് മകന്, ജനിക്കാൻ പോകുന്ന കുട്ടിക്ക്. പക്ഷെ ഇത് ഇട്ടാലുള്ള അപകടം അവർക്കറിയാം. അതുകൊണ്ട് ആ കുട്ടി ജനിച്ചപ്പോ ഇട്ട പേര് അനന്ത പത്മനാഭൻ. നിന്റെ ഒരു അനുമതി വേണം. മലയാളത്തിലെ ഏറ്റവും എണ്ണപ്പെട്ട ഏറ്റവും മുൻപന്തിയിലുള്ള എഴുത്തുകാരിൽ ഒരാളാണ്. സുഭാഷ് ചോദിച്ചത്, നിന്റെ പേര് ഞാൻ ഇടുന്നുണ്ട്. പറഞ്ഞു, യു ഹാവ് മെയ്ഡ് മീ ഇമ്മോർട്ടൽ. തീർന്നാലും ഈ നോവൽ കിടക്കുമല്ലോ എന്ന് പറഞ്ഞു. അതുപോലെ വേറൊരു തമാശ, ഞങ്ങളുടെ ജിയോ ഹോട്ട്സ്റ്റാറിൽ വന്ന ഒരു സീരീസ്, അതിന്റെ കഥാപാത്രത്തിന്റെ പേര് അജു വർഗീസ് ആണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ അനന്ത പത്മനാഭൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഞാൻ പറഞ്ഞു, നോ വേ, അത് പറ്റില്ല, കാരണം ഞാനാണ് എന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അജു വിളിച്ചു, ഞാൻ പേര് മാറ്റി, നിങ്ങളെക്കാളും കുറച്ചുകൂടെ ഇഷ്ടമുള്ള ഒരാളുടെ പേര് പത്മരാജൻ. എന്തിന് ബ്ലസ്റ്റേഡൻ തന്മാത്ര ചെയ്യുമ്പോൾ ആദ്യം എഴുതി കാണിച്ചൊരു വരിയുണ്ട്, ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് പത്മരാജൻ സാറിന്റെ കൃതി തന്നെയാണ്. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ നമ്മൾ ഏറ്റവും പോപ്പുലർ ആയിട്ട് കാണുന്നത്. എപ്പോഴെങ്കിലും അനുപേരൻ രണ്ടാമത് ക്ലാരയെ തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് വിളിച്ച് ചോദിക്കാൻ അങ്ങനെ ചെയ്തിരുന്നു. അതെ, തങ്ങളെ കൊണ്ടുവന്നപ്പോഴും മറ്റേ തങ്ങളെ കൊണ്ടുവന്നപ്പോഴും ലോഡ്ജിനെ കൊണ്ടുവന്നപ്പോഴും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കഥാപാത്രങ്ങളൊക്കെ തിരിച്ച് കണ്ടപ്പോ എന്ത് തോന്നി? തിരിച്ച് വീണ്ടും കണ്ടപ്പോ എങ്ങനെ തോന്നി? വീണ്ടും അച്ഛൻ ചെയ്ത കഥാപാത്രങ്ങൾ പുതിയ രൂപത്തിൽ വന്നപ്പോ എന്ത് തോന്നി? അല്ല, എനിക്കതൊരു ട്രിബ്യൂട്ടായിട്ട് തോന്നുന്നു. ട്രിബ്യൂട്ട് ഇസ് എ ട്രിബ്യൂട്ട്. എന്തായിരുന്നാലും അത് മനസ്സുകൊണ്ട് കൊടുക്കുന്ന ഒരു അർപ്പണമാണ്.